എല്ലാവർക്കും ഐഡിയൽ ഇന്ത്യൻ ബ്ലോഗിൻ്റെ വലിയൊരു ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ രാവിലെ വന്നിരിക്കുന്നത് കോക്കാട് പിനാക്കിൾ വ്യൂ പോയിന്റിലാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ തന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ട്രാവലിംഗ് വീഡിയോ ആണ്. രാവിലെ വന്നപ്പോൾ കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട്. ഇനിയൊരു നമുക്ക് ഉദയമൊക്കെ അത് കണ്ടിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. പിനാക്കിൾ വ്യൂ പോയിന്റിലേക്ക് കിടക്കുന്ന സ്ഥലത്ത് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടുന്ന് മുന്നോട്ടുള്ള യാത്രയിൽ ഒരു സൈഡ് ഫുള്ള് റബ്ബർ മരങ്ങളാണ്. ഇപ്പോൾ അതിരാവിലെ നമ്മൾ വന്നപ്പോൾ അവിടെ ലൈറ്റുകളൊക്കെ മിന്നി നിൽക്കുന്ന ആ ഒരു കാഴ്ച കൂടി നമുക്ക് കിട്ടി. സഞ്ചാരികൾ അതിരാവിലെ തന്നെ വന്നു തുടങ്ങി. ആ റബ്ബർ മരങ്ങളുടെ ഇടയിൽ നല്ല ഒരു 2 പാറ കാണാം. ഏകദേശം നേരം പുലർന്നപ്പോൾ ഉള്ള വ്യൂ ആണ്. മഞ്ഞ് അങ്ങ് അകലെയായിട്ട് നമുക്ക് കാണാം. ഇന്നിപ്പോൾ മഞ്ഞ് ഒരുപാട് കുറവുണ്ട്, എങ്കിലും നല്ല തണുത്ത കുളിർ കാറ്റാണ് നമുക്ക് അടിക്കുന്നത്. നല്ല ഒരു ആകാശ വിസ്മയം നമുക്ക് കാണാം. അതിരാവിലെ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നത് കൂടി നമുക്ക് ആ ഒരു ദൃശ്യത്തിൽ നമുക്ക് കാണാം. ഫാമിലിയായിട്ടൊക്കെ ഇവിടെ വന്ന് അതിരാവിലെയും വൈകുന്നേരങ്ങളിലും വന്ന് അല്പസമയം ചിലവഴിക്കാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നല്ല കുളിർ കാറ്റാണ്. നല്ല പ്രകൃതി സുന്ദരമായ നമുക്ക് മനസ്സ് തുറന്ന് സംസാരിച്ചിരിക്കാനുള്ളൊരു സ്ഥലമാണ് ഈ പിനാക്കിൾ വ്യൂ പോയിന്റ്. പിനാക്കിൾ വ്യൂ സ്ഥിതി ചെയ്യുന്നത് കോക്കാട് വെഞ്ചേമ്പ് പ്രദേശത്താണ് ഈ പിനാക്കിൾ വ്യൂ പോയിന്റ്. ഇത് കൊട്ടാരക്കരയിൽ നിന്നും പുനലൂരിൽ നിന്നൊക്കെ നമുക്ക് വന്ന് കണ്ടു പോകാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ദിവസവും ഒരുപാട് സഞ്ചാരികൾ പിനാക്കിൾ വ്യൂ പോയിന്റ് സന്ദർശിച്ച് മടങ്ങുന്നുണ്ട്. സൂര്യോദയം കാണാനുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സൂര്യ ഉദയത്തിൻ്റെ ഒരു ദൃശ്യം നമുക്ക് കണ്ടു നോക്കാം. സൂര്യൻ്റെ പൊൻകിരണം അടിച്ചപ്പോൾ ആ റബ്ബർ മരങ്ങളെല്ലാം സ്വർണ്ണമയമായി മാറിയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് മഞ്ഞ് കുറവുണ്ട്. ചില സമയങ്ങളിൽ നല്ല മഞ്ഞ് ഇവിടെ അനുഭവപ്പെടാവുന്നതാണ്. ഒരുപാട് സഞ്ചാരികളൊക്കെ അവിടെയൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പിനാക്കിൾ വ്യൂ പോയിന്റിലെ വിശേഷങ്ങൾ, ഇതുപോലുള്ള നല്ല സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകളും പുതിയ ആശയങ്ങളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. പുതിയൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.